ഏകദേശം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിന്നിപ്പോൾ ഓർഡർ ഫ്ലോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ കാണുന്നത് ഒരു നല്ല സെൽ എൻട്രിയാണ്. ഏകദേശം 2400 ലോട്ട് ട്രേഡ് ഇടുന്നത് 484 ലോട്ട്സ് സെല്ലേഴ്സാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും താഴത്തേക്ക് വന്ന് നോക്കുമ്പോൾ 2100 ലോട്ടിൽ 212 ലോട്ട് നെഗറ്റീവാണ്. പക്ഷേ ഇവിടുന്ന് റിവേഴ്സിൽ പോകുന്നുണ്ട്. അത്രയും സെല്ലേഴ്സിൻ്റെ ആയിട്ട് ഇവിടുന്ന് റിവേഴ്സിൽ പോകുന്ന ക്യാൻഡിൽസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇവിടെ പോസിറ്റീവ്, അടുത്ത് പോസിറ്റീവ്, ഇതെല്ലാം പോസിറ്റീവ്. ഇവിടെ നോക്കിയാൽ ഈ ക്യാൻഡിൽ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. ഈ ക്യാൻഡിൽ നമുക്കൊരു റിജക്ഷൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതൊരു റെഡ് ക്യാൻഡിലായിരിക്കും. നമ്മളെല്ലാവരും വിചാരിക്കും ഇതിനകത്ത് ബെയറിഷ് ആയിരിക്കും എന്ന്. പക്ഷേ ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 1900 ലോട്ട് ട്രേഡ് നടന്നതിൽ ഏകദേശം 131 ലോങ് പൊസിഷനാണ് ഇവിടെ വന്നത്. ഇവിടെ നിന്നാണ് ശരിക്കും മാർക്കറ്റ് റിവേഴ്സ് ശരിക്കും പോകുന്നത്, ഈ ഒരു ഏരിയ എന്നാണ്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ എന്താ നടക്കണതെന്ന് നമ്മൾ അതിൻ്റെ ഇൻസൈഡ് നടക്കുന്ന കാര്യങ്ങൾ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഡർ ഫ്ലോ നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അത് വേണ്ട രീതിയിൽ മാത്രം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. പെട്ടെന്നൊക്കെ ഓർഡറെ കണ്ടിട്ട് ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും ആരും ഓർഡർ ഫ്ലോ പഠിക്കരുത്. വളരെ സിമ്പിളായിട്ട് തന്നെ ട്രേഡ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കണ്ടിന്യൂസ് ഡാറ്റ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഓർഡർ ഫ്ലോയിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡാറ്റ എടുത്ത് പെട്ടെന്നൊന്നും ട്രേഡിലേക്ക് വരാതെ ഡാറ്റ എടുത്ത് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ നടക്കണം, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമായിരിക്കണം നമുക്ക് നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ആയതിനു ശേഷമായിരിക്കണം നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയറിയാം, നല്ല ഒരു ഇംബാലൻസും വന്നു, നല്ല ബയേഴ്സും വന്നു ഹയർ ലെവലിൽ. ഇവിടെ ഹയർ ലെവലിൽ ഇത് ഓർഡർ ഫ്ലോയിൽ ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണിത്. ഡെൽറ്റ ഡൈവർജൻസ് എന്ന് പറയും. ഓർഡർ ഫ്ലോയിൽ ഏറ്റവും ഏറ്റവും ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇത് ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഡെൽറ്റ ഡൈവർജൻസ്. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം സെല്ലേഴ്സ് അല്ല ആക്റ്റീവ്, ബയേഴ്സ് തന്നെയാണ് ആക്റ്റീവ്. നോർമലി ഇവിടെ സെല്ലേഴ്സും കൂടി ആക്റ്റീവ് ആവായിരുന്നെങ്കിൽ നമുക്ക് ഒരു റിജക്ഷൻ ആയിട്ട് എടുത്തിട്ട് നമുക്കൊരു സെല്ല് എടുത്തിട്ട് ഈ ഒരു ഏരിയ നമുക്ക് എൻട്രി പൊസിഷൻ ടാർഗറ്റ് ആയിട്ട് വയ്ക്കായിരുന്നു. എസ് നമുക്ക് ഈ ഒരു ചെറിയ പിപ്സ് എസ് വെച്ചാൽ മതിയാവും. എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യണത്. ഹയർ ലെവലിൽ എന്തായാലും കുറച്ച് ദിവസമായിട്ട് ഒരേ റേഞ്ചിൽ തന്നെ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്.